ടു ഓൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിക്സ് ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്കതിൻ്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പ്രോബ്ലം നോക്കാം. From the following information, compute the total income of Mr. A for the assessment year 2024-25. Okay. Salary 30,000 per month, bonus 16,000. Entertainment allowance 1,000 per month, medical bill 37,000 were reimbursed. His treatment has been done in private clinic. Okay. HRA received 4,000 per month. He paid a rent of 6,000 per month working in a private concern Mumbai. ഓക്കെ, ഇത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ HRAൻ്റെ കേസ്, അതാണത്. ഓക്കെ, പിന്നെ സ്മോൾ കാർ പ്രൊവൈഡഡ് ബൈ ദി കമ്പനി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മോട്ടോർ കാറിൻ്റെ കേസ്. ഓക്കെ, എക്സ്പെൻസസ് ഓഫ് ഇറ്റ്സ് റണ്ണിങ് ആൻഡ് മെയിൻ്റെനൻസ് ആൻഡ് സാലറി ദ ഡ്രൈവർ ആർ ബോൺ ബൈ ദി കമ്പനി. അതായത് ആ കാറിൻ്റെ ഓണർ എന്ന് പറയുന്നത് ആരാണ്? കമ്പനിയാണ്. ഓക്കെ, അതിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതും ആരാണ്? കമ്പനിയാണ്. അത് ഒരു സ്മോൾ കാറാണ്. ഇതൊക്കെ നമ്മൾ 5th സെമ്മിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ദ കാർ ഈസ് യൂസ്ഡ് ഫോർ പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ പർപ്പസ്. ഓക്കെ, കാറ് ഓൺ ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, പിന്നെ അത് യൂസ് ചെയ്യുന്നത് പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. സോ അതാണെങ്കിൽ എന്താണ്? ഒരു സ്മോൾ കാറാണ്. ഇപ്പോൾ സ്മോൾ കാർ ആകുമ്പോൾ 1,800 വരും. ഓക്കെ, ഡ്രൈവറുടെ സാലറി എന്ന് പറയുമ്പോൾ 900. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക ഇൻറ്റു 12 മാസം. ഓക്കെ, അതാണ് ഈ സ്മോൾ കാറിൻ്റെ കേസിൽ പറയുന്നത്. പിന്നെ എംപ്ലോയർ ആൻഡ് എംപ്ലോയി കോൺട്രിബ്യൂട്ടഡ് 40% ഓഫ് സാലറി ടു ദി റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഡിഡക്ഷൻ വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 80C പ്രകാരം ഇവിടെ ഡിഡക്ഷൻ ഉണ്ട്. കാരണം എംപ്ലോയർ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ടോ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് പ്രീമിയത്തിലോട്ടോ നമ്മൾ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 1,15,000 വരെ അവിടെ എന്തുണ്ട്? റിഡക്ഷൻ ഉണ്ട്. ഓക്കെ, അത് 80Cൻ്റെ കേസിൽ. അത് ലാസ്റ്റ് പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ പറയുന്നതാണ് എംപ്ലോയർ ആൻഡ് എംപ്ലോയി കോൺട്രിബ്യൂട്ടഡ് 40% ഓഫ് സാലറി ടു ദ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. അങ്ങനെയാകുമ്പോൾ 40% സാലറിയുടെ 14% ഇവരിവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 12% വരെ എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ബാക്കി വരുന്ന എമൗണ്ട് നമ്മൾ ടാക്സ് അടയ്ക്കണം. ഓക്കെ, അപ്പോൾ സാലറിയുടെ ടോട്ടൽ ഗ്രോസ് സാലറി കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു ദ പ്രൊവിഡൻറ്റ് ഫണ്ട് എമൗണ്ട് ₹10,500, 10,500. ബ്രാക്കറ്റിൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10.5 ആണ്. 9.5 വരെയാണ് എന്ത്? എക്സംപ്റ്റഡ്. അത് കഴിഞ്ഞാൽ പിന്നെ ടാക്സബിൾ ആണ്. അപ്പോൾ ബാക്കി വരുന്ന എമൗണ്ട് നമ്മൾ എന്ത് കാണണം? 1% എമൗണ്ട് നമ്മൾ ടാക്സ് അടയ്ക്കണം. ഓക്കെ, പിന്നെ ഹീ പെയ്ഡ് എ പ്രീമിയം ഓഫ് ₹80,000 ഓൺ ദി പോളിസി ഓൺ ഹിസ് ഓൺ ലൈഫ്. ഇതെന്തായിരിക്കും? 80C പ്രകാരം. ഓക്കെ, പിന്നെ ഇൻട്രസ്റ്റ് ഫ്രം സേവിങ് ബാങ്ക് അക്കൗണ്ട് ₹15,700. ഇത് 2 കേസാണ് പറയുന്നത്. ഓക്കെ, ഇത് ഇൻകം ഫ്രം അതർ സോഴ്സസിൽ പറയുന്നതാണ്. അതുപോലെ തന്നെ സെക്ഷൻ 80TTA പ്രകാരം നമുക്ക് 10,000 ഇതിൽ നിന്ന് എന്ത് ചെയ്യാനുണ്ട്? ലെസ് ചെയ്യാനുണ്ട്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U പ്രകാരം 80TTAയിൽ പറയുന്നതാണ് 10,000 അല്ലേ? ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എ ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2024-25. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സാലറി എന്നുള്ള ഇൻകം നോക്കാം. ഇവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇൻകം ഫ്രം ബിസിനസ് പറഞ്ഞിട്ടില്ല, ഇൻകം ഫ്രം പ്രൊഫഷൻ പറഞ്ഞിട്ടില്ല, ക്യാപിറ്റൽ ഗെയിൻ പറഞ്ഞിട്ടില്ല, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ആദ്യം ഇൻകം ഫ്രം സാലറി എന്ന് പറയുമ്പോൾ ആദ്യം ഇത് ഇപ്പോൾ ബോണസ് അതൊക്കെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഓക്കെ, ഇതാ 30,000 × 12 3,60,000. ബോണസ് എഴുതി. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 1,000 പെർ മന്ത്. ഓക്കെ, അതും എഴുതി. പിന്നെ മെഡിക്കൽ, അത് പ്രൈവറ്റ് കൺസേൺ ആണ്. ഹിസ് ട്രീറ്റ്മെൻറ്റ് ഹാസ് ബീൻ ഡൺ ഇൻ പ്രൈവറ്റ് ക്ലിനിക്ക്. മെഡിക്കൽ ബില്ല് നമുക്ക് 37,000. അതെന്താണ്? ഒരു ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പിന്നെ HRA
HR നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്? HR ആക്ച്വലി റിസീവ്ഡ് റെൻറ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി. പിന്നെ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ മുംബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് കൊൽക്കത്ത, ചെന്നൈ, മുംബൈയിലൊക്കെ, അതായത് മേജർ സിറ്റീസിലാണെന്നുണ്ടെങ്കിൽ സാലറിയുടെ 15%. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. എക്സംപ്റ്റഡ് HRA ഈസ് ദി ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. ആക്ച്വൽ HRA റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ഒരു മാസം കിട്ടുന്നത് 4000 ആണ്. അങ്ങനെ 12 മാസം 48,000. ഓക്കെ, പിന്നെ ഇവിടെ റെൻറ്റ് കൊടുത്തിട്ടുള്ളത് ഹീ പെയ്ഡ് റെൻറ്റ് ₹6,000 പെർ മന്ത്, 6000 രൂപ ഒരു മാസം, അങ്ങനെ 72,000 ഒരു വർഷത്തിൽ. ഓക്കെ, ഈ 72,000-ൽ നിന്നും സാലറിയുടെ 10%. സാലറി എന്ന് പറയുമ്പോൾ നമ്മൾ HRAയുടെ കേസിൽ സാലറി എടുക്കൽ ഏതൊക്കെയാണ്? ഒന്ന് ബേസിക് പേ എടുക്കും, പിന്നെ ഡിയർനെസ് അലവൻസ്, ഡിയർനെസ് പേ, കമ്മീഷൻ, ഇതാണ് എടുക്കുക. ഓക്കെ, ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തെടുത്താൽ മതി? ഈ ബേസിക് സാലറി മാത്രം എടുത്താൽ മതി. അതായത് 3,60,000. 3,60,000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 36,000. ഓക്കെ, അപ്പോൾ ഈ 72,000-ൽ നിന്ന് 36,000 മൈനസ് ചെയ്താൽ ബാക്കി നമുക്ക് എത്ര കിട്ടും? 36,000 കിട്ടും. ഓക്കെ, പിന്നെ 50% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ 3,60,000-ൻ്റെ 15% എത്രയാണ്? 1,80,000. ഇതിലേതാ ഏറ്റവും ചെറുത്? 36,000. ഇത് നമ്മൾ എന്തടയ്ക്കേണ്ട? ടാക്സ് അടയ്ക്കേണ്ട, എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ടാക്സബിൾ എന്ന് പറയുമ്പോൾ ഇത് മൈനസ് ചെയ്യുക, അപ്പോൾ 12,000. ആ 12,000 ഈ 12,000. ഓക്കെ, പിന്നെ കാറിൻ്റെ കേസ്. എ സ്മാൾ കാർ പ്രൊവൈഡഡ് ബൈ ദി കമ്പനി എക്സസ് ഓഫ് ഇറ്റ്സ് റണ്ണിങ് ആൻഡ് മെയിൻ്റെനൻസ് ആൻഡ് സാലറി ദ ഡ്രൈവർ ആർ ബോൺ ബൈ ദി കമ്പനി. ദ കാർ ഈസ് യൂസ്ഡ് ഫോർ ദി പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ പർപ്പസ്. ഓക്കെ, കാറിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്ന എംപ്ലോയർ ആണ്, അതിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? രണ്ടിനും കൂടെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനത്തെ കേസിൽ 1,800 രൂപ വരും. കാറിൻ്റെ സ്മോൾ കാറല്ലേ അത്. പിന്നെ ഡ്രൈവറുടെ സാലറി 900, രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ 2,700. ഓക്കെ, 2,700 ഇൻറ്റു 12, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇതാ 32,400. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നതാണ് എംപ്ലോയർ ആൻഡ് എംപ്ലോയി കോൺട്രിബ്യൂട്ടഡ് 40% ഓഫ് സാലറി ടു ദ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. സാലറിയുടെ 40%. സാലറി എന്ന് പറയുമ്പോൾ ഈ റെക്കഗ്നൈസ്ഡ് ഈ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസിൽ സാലറി ഏറ്റെടുക്കുന്ന ഏതൊക്കെയാണ്? ഒന്ന് ബേസിക് സാലറിയും കമ്മീഷനും പിന്നെ DA എടുക്കും തോന്നുന്നു, DAയും ആണ്. ഓക്കെ, ഇവിടെ ബേസിക് സാലറി മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ 3,60,000-ൻ്റെ ഇവിടെ 14% പറഞ്ഞിട്ടുള്ളത്. 12% വരെ എന്തടയ്ക്കേണ്ട? ടാക്സ് അടയ്ക്കേണ്ട. ഓക്കെ, ബാക്കി ഇവിടെ വരുന്ന 2%. അപ്പോൾ 3,60,000-ൻ്റെ 2% കാണുക. അതാണല്ലോ കൂടുതൽ പറയുന്നത്. അതെത്രയാണ്? 7,200. ഓക്കെ, പിന്നെ ഇവിടെ അത് നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു ദ പ്രൊവിഡൻറ്റ് ഫണ്ട് എമൗണ്ട് ₹10,500, 10.5. ഓക്കെ, അതായത് ഈ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആവുന്നത് 10.5 10,500 ആക്ച്വലി 9.5 വരെയാണെങ്കിൽ അവിടെ എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ഇവിടെ 10.5 ഉണ്ട്, അതുകൊണ്ട് 1% അവിടെ കൂടുതലാണ്. അങ്ങനെ ആകുമ്പോൾ എക്സസ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു ദ പ്രൊവിഡൻറ്റ് ഫണ്ട് 10,500 നമുക്ക് കിട്ടിയ എമൗണ്ട്. കൂടുതൽ എന്ന് പറയുന്നത് 1 കാരണം 9.5 വരെ എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, 1 ഡിവൈഡ് ബൈ 10.5, അപ്പോൾ നമുക്ക് 1000 കിട്ടും. 1000 രൂപയാണ് അവിടെ കൂടുതലുള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഇതുവരെ കൂട്ടുക. അപ്പോൾ നമുക്ക് 5,21,600 കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 മൈനസ് ചെയ്യണം. ഇത് എല്ലാത്തുനിന്നും ഗ്രോസ് സാലറി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രോസ് സാലറിയിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം? 50,000 ലെസ് ചെയ്യണം. പ്രൊഫഷണൽ ടാക്സ് ഉണ്ടെങ്കിൽ അതും ലെസ് ചെയ്യണം. ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസും ലെസ് ചെയ്യണം. ഓക്കെ, ഇവിടെ അതൊന്നും പറയാത്തതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രം ലെസ് ചെയ്യുക. അപ്പം നമുക്ക് എത്ര കിട്ടും? ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞിട്ട് 4,71,600 കിട്ടും. ഓക്കെ, പിന്നെ ഇവിടെ വേറെ ഒരു ഹെഡാണ് ഏത് പറയുന്നത്? ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതിതാണ് ഇൻട്രസ്റ്റ് ഫ്രം സേവിങ് ബാങ്ക് അക്കൗണ്ട് 57,000. അത് നമ്മൾ അതുപോലെ ഇങ്ങോട്ട് എടുത്ത് എഴുതി. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക.
ഇതും ഇതും. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഗ്രോസ് ടോട്ടലിംഗ് ആയിട്ട് 5,00,000 ഇതുവരെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 5,28,600 കിട്ടി. ഓക്കെ, ഈ 5,28,600 നിന്നും ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U വരെയുള്ള നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓക്കെ, ഈ 80Cയിൽ പറയുന്ന ഒരു കാര്യമാണ് ഇത്. 80Cയിൽ പറയുന്ന കാര്യമാണ് നമ്മൾ ഈ റെക്കഗ്നൈസ് പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. ഓക്കെ, അപ്പോൾ 1,50,000 രൂപ വരെയാണ് നമുക്ക് ഈ 80Cയുടെ കേസിൽ എന്തുള്ളത്? മാക്സിമം നമുക്ക് ഡിഡക്ഷൻ കിട്ടുക. ഓക്കെ, അപ്പോൾ 3,60,000 40% കാണുക. ഇതാ 68,400. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പറയുന്നതാണ് ഇത് സെക്ഷൻ 80TTA. അതാണ് ഇത് പറയുന്നത് നമ്മുടെ, സോറി കേട്ടോ, അതായത് 68,400 അല്ല, ഞാൻ പറഞ്ഞുതരാം. ഇതാ എംപ്ലോയർ ആൻഡ് എംപ്ലോയി കോൺട്രിബ്യൂട്ടഡ് 50% ഓഫ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. 3,60,000 14% നമ്മൾ കാണുമ്പോൾ ഇതാ എംപ്ലോയി കോൺട്രിബ്യൂഷൻ 50,400 50,400 നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 40% ഓഫ് സാലറി എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഇവിടെ എന്തിതാക്കാനുണ്ട്? ഹി പെയ്ഡ് എ പ്രീമിയം ഓഫ് ₹80,000 ഓൺ ദി പോളിസി ഓൺ ഹിസ് ഓൺ ലൈഫ്. 18,000 രൂപ അദ്ദേഹത്തിൻ്റെ ലൈഫിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ആ 18,000 നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കാരണം 80C എന്ന് പറയുന്നത് എന്താണ്? പ്രൊവിഡൻറ്റ് ഫണ്ടും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻഷുറൻസും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് 68,400 കിട്ടും. ഓക്കെ, 1,50,000 അല്ലേ ലിമിറ്റ് പറയുന്നത്, ഇതതിൻ്റെ ഉള്ളിൽ വരുന്നതല്ലേ. സോ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ കഴിയും. അതാണ് 68,400. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇത് ഇൻട്രസ്റ്റ് ഫ്രം ദി സേവിങ് ബാങ്ക് അക്കൗണ്ട്. ഇത് സെക്ഷൻ 80TTA ആണ്. ഓക്കെ, അത് മാക്സിമം ഡിഡക്ഷൻ എന്ന് പറയുന്ന 10,000 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ലെക്സ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 78,400. അപ്പോൾ 5,28,600 നിന്ന് 78,400 ലെസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 4,50,200 കിട്ടും. ഇതാണ് ടോട്ടൽ ഇൻകം. ഓക്കെ, മനസ്സിലായോ? ഇതാണ് എന്ത് പറയുന്നത്? ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇത് വീഡിയോ കുറച്ച് ലെങ്ത് ആയി. ഓക്കെ, ഈ പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഏതെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിലാകെ 2 സെക്ഷനൊക്കെ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് കുറച്ചധികം സെക്ഷൻ ഉള്ളത് നമുക്കിനി വീഡിയോ ചെയ്യാം. ഓക്കെ, എനിക്ക് സൗണ്ടായിട്ട് തീരെ വയ്യ. ഓക്കെ, അപ്പോൾ ഒരു പ്രോബ്ലം കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ബാക്കിയുള്ളത് ഇനി ഇതിൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് ബോറടിക്കുമ്പോൾ ഓരോ പ്രോബ്ലം നമുക്ക് നോക്കട്ടെ. ഓക്കെ, താങ്ക് യു.